ഹായ്, അപ്പം നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാലോ, ഇതെന്ത് സാധനം എന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്കും ഉമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. ചേമ്പ്, അതായത് നല്ല ചേമ്പ്, കണ്ടിച്ചേമ്പ്, വലിയ ചേമ്പ്, ഇനി വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അത്രയും പേരുകളിൽ പറയുന്ന ഒരു ചേമ്പാണ് ഇതും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പറിച്ചിട്ട് അതിൻ്റെ തയ്യും കാണിച്ചു തരാം കേട്ടോ. പറിച്ചിടുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. ഈ സംഭവം നമ്മൾ പറമ്പിൽ അധികം വളമോ കഷ്ടപ്പാടോ ഒന്നുമില്ലാതെ ഇത് വിത്താണ്. ഇതിൻ്റെ കടഭാഗവും തയ്യും വേറെ ഉണ്ട്. ഇതിൻ്റെ വിത്താണിത്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ചേമ്പും താളും ഇട്ട് വയ്ക്കുക, അതുപോലെ ചേമ്പ് പുഴുങ്ങുക, ചേമ്പ് കറി വയ്ക്കുക, വറുത്തരച്ച് വയ്ക്കുക, അവിയലിലിടുക, തേങ്ങാപ്പാലിൽ പുഴുങ്ങി കഴിക്കുക, അങ്ങനെയൊക്കെ അറിയുള്ളൂ. ഇത് ചിപ്സ് ആക്കുന്ന എത്ര പേർക്കറിയാം? എല്ലാ ചിപ്സിനേക്കാളും സൂപ്പർ 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 ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കടഭാഗമുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ ആ ഭാഗം എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കുരുമുളക് പൊടി, ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലേസായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉപയോഗിക്കുക. കുട്ടികളോട് ലേസാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ പറിച്ചിട്ട കോലമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വിത്തെടുത്തതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതാണ് അതിൻ്റെ കടഭാഗം. ഈ കടഭാഗം ഇതൊക്കെ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളൊരു സംഭവം കാണും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള സംഭവമായിരിക്കും. കിഴങ്ങ് പോലെ തന്നെയാണ്. പുഴുങ്ങിയിട്ടും കഴിക്കാം, അത് കറിയിലിടാം, സാമ്പാറിലിടാം, അവിയലിടാം, അതല്ലെങ്കിൽ തേങ്ങ അരച്ച് മഞ്ഞ കളറിൽ കറി വയ്ക്കാം. അതിൻ്റെ കൂടെ ഈ തണ്ടുകൾ തൊലി കളഞ്ഞ് അത് ചേർത്തിടാം. പിന്നെ ഈ കൂമ്പുണ്ടല്ലോ, അത് മാത്രം എടുത്തിട്ട് തോരൻ വയ്ക്കാം. ഒന്നാമത് ഹെൽത്തി ആയ സാധനമാണ്. അതിൽ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. പഴമക്കാർ ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാധനം എടുത്തിട്ട് കൂമ്പെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഉണ്ട പോലെയാക്കും, ചുറ്റി ഇങ്ങനെ കെട്ടിട്ട പോലെയാക്കും. എന്നിട്ട് അത് ഇതിലിട്ട് പുഴുങ്ങി ഉപ്പ് മഞ്ഞളിട്ട് പുഴുങ്ങിയിട്ട് അതിൽ തേങ്ങ ഒക്കെ ചേർത്ത് തോരനാക്കി എടുത്തിട്ട് കഴിക്കണത് കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളെന്ന് വെച്ചാൽ കുനുകുനാന്നരിയും എരിഞ്ഞിട്ടാ ചെയ്യുക. അപ്പോൾ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ, ഒരുപാട് കടകളുണ്ട്. കുറേ കിഴങ്ങുണ്ടായിട്ടുണ്ട്. ഒരു കിഴങ്ങ് തന്നെ 1/2 കിലോയിലെ കൂടുതൽ ഒരു വിത്ത് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് വിത്തുകൾ നമ്മൾ കണ്ടല്ലോ, ഒരുപാടുണ്ട്. ഒരു 10 കിലോയിൽ മേലെ അവിടെ നിരന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഇത് മുഴുവനൊന്നും ഉപയോഗിക്കില്ല. ഈ ചിപ്സ് ആക്കുമ്പോൾ മാത്രമേ ഇതിന് ചിലവുള്ളൂ. കറിയാക്കി ആരും കഴിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ മക്കളൊക്കെ കണക്ക് തന്നെയാണ്. നമ്മളെ മക്കളെ പറയേണ്ടത് നമ്മളും അതെ. ഒരു നേരം കറി വെച്ചാൽ പിറ്റത്തെ നേരം കൂട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഒരു നേരത്തെ ഫുഡായിട്ടാണ് ഈ സാധനമൊക്കെ ഉപയോഗിച്ചിരുന്നത്. ചേമ്പും താളും വയ്ക്കുക, ചേമ്പും ചാളയും വയ്ക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട്. പിന്നെ കുനുകുനാന്ന് കുഞ്ഞ് ടൈപ്പിലുള്ള കൂർക്കമണി പോലത്തെ ചേമ്പുണ്ട്, അത് വേറെ ടൈപ്പാണ്. ഇത് വറക്കാൻ പറ്റിയ ടൈപ്പാണ്. അപ്പോൾ ഈ ചള്ള് കൂമ്പ് എടുത്തിട്ട് തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളവർക്ക് കുനുകുനാന്ന് അരിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. കഴുകിയെടുത്തതിന് ശേഷം അരിഞ്ഞ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുക. അറിയാലോ, ചമ്മന്തി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിങ്ങനെ കുനുകുന അതിന് വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല കാന്താരി മുളകും ഉള്ളിയും ഒക്കെ അരച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കുക. ഇത് തോരനാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ഭയങ്കര വയറിനും നല്ല ഗുണമാണ്, ഭയങ്കര ഗുണമുള്ള സാധനമാണ് ഹെൽത്തിന്. നമ്മളുടെ നാട്ടിൻപുറത്താണ് ഏറ്റവും കൂടുതലൊക്കെ ഇതാണ്. പിന്നെ ഇതിൻ്റെ ചിപ്സിനാണ് പ്രാധാന്യം. കണ്ട, ചിപ്സ് ഉണ്ടാക്കിയാൽ ഇതുപോലെ ഇരിക്കും, പക്ക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോകളൊന്നും എടുത്തില്ല, അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ ചിപ്സ് കാണിച്ചു തരാം. ഈ ചിപ്സ് 2-3 തരത്തിൽ നമുക്ക് ഇതിൻ്റെ കടഭാഗം എടുത്തിട്ട്, ഇത് നമ്മൾ വിത്താണ്. ഇതുപോലെയുള്ള ചേമ്പ് തന്നെ എടുത്തിട്ട് ഇതാക്കുമ്പോൾ റൗണ്ട് നല്ല ഷേപ്പിൽ ഇതുപോലെ നല്ല കളറിൽ കിട്ടും. ഇതിൻ്റെ കടഭാഗം എടുത്ത് ചെയ്യുമ്പോഴെന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിനൊരു ഡാർക്ക് കളർ വരും ഇതിന്. ഇതൊക്കെ നമ്മൾ സാധാ വിത്താണ്. അപ്പോൾ അതിന് ഒരു കുത്ത് വീഴും, ഡാർക്ക് കളർ വരും. ഇതുപോലെ മഞ്ഞ കളറൊക്കെ വരും. ആ ഡാർക്ക് കളർ അതിൽ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ നല്ല കമൻറ്റുകൾ തരാം. അപ്പോൾ ഈ ചിപ്സ് മനസ്സിലായാലോ, ഇതാണ് ചേമ്പ്, അതാണ് അതിൻ്റെ ചിപ്സ്. ഇത് കണ്ടോ, കുറച്ച് മുളക് പൊടി തൂകിയതാണ് കേട്ടോ. അപ്പോൾ ഓക്കേ.